ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിന്റെ S സീരീസിലെ ലേറ്റസ്റ്റ് S10 Plus ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫോൺ നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ബാക്കിൽ ഒരു ടേപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പം അത് ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫോൺ കാണാം. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ മാനുവലും സാധനങ്ങളും ഒക്കെ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സിം കാർഡ് ഇജക്ഷൻ ടൂൾ കാണാം. ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ മാനുവലുകൾ ഉണ്ടെന്ന് നമുക്ക് കാണാം. ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും പല വാറണ്ടി കാർഡും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അണ്ടർ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടായതുകൊണ്ട് എല്ലാ തരം ഗ്ലാസിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടറുകളൊന്നും നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഇതിൽ ഓൾറെഡി വരുന്നുണ്ട്. ഫോൺ നമ്മൾ സൈഡിലോട്ട് നീക്കി വെച്ചാൽ ഫോണിൻ്റെ ബോക്സിൽ ആദ്യം നമുക്കൊരു USB-C ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. എന്നിട്ട് ഈ ഒരു അഡാപ്റ്റർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇത് USB-C to USB-A അഡാപ്റ്ററാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫോണിൽ പ്ലഗ് ചെയ്തിട്ട് മറ്റേ അറ്റം ഇപ്പം നമ്മൾക്ക് ഓൾറെഡി ഉള്ള ഒരു ഐഫോൺ ആണോ ഏത് ഫോണിലോ പ്ലഗ് ചെയ്താൽ നമ്മുടെ പഴയ ഫോണിലെ ഡേറ്റ എല്ലാം പുതിയ ഫോണിലോട്ട് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആവും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു USB-A to USB-C ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. എന്നിട്ടൊരു AKGയുടെ ഹെഡ്ഫോണും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ ഫോൺ നമുക്കിപ്പോൾ ഓൺ ആക്കാം. ഈ ഫോണിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 6.4 ഇഞ്ചസ് ആണ്. ഞാനിപ്പോൾ ഈ മേടിച്ചേക്കുന്ന മോഡലിന് 128 GB സ്റ്റോറേജും 8 GB റാമും ആണുള്ളത്. ഇവരുടെ ഹയസ്റ്റ് എൻഡ് മോഡലിൽ 1 TB സ്റ്റോറേജും 12 GB റാമും ഉള്ളതാണ് ഇവരുടെ ഹയസ്റ്റ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് 3 ക്യാമറ ഉണ്ടെന്ന് കാണാം. ഒന്ന് ഒരു 12 MP വൈഡ് ക്യാമറ, ഒരു 12 MP ടെലിഫോട്ടോ ക്യാമറയും ഒരു 16 MP അൾട്രാ വൈഡ് ക്യാമറയാണ് ഉള്ളത്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അണ്ടർ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുകളുണ്ട്. എന്നിട്ട് ഫേസ് റെക്കഗ്നിഷനും ഇതിനുണ്ട്. ഇതിന് IP68 വാട്ടർ റേറ്റിംഗും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അരമണിക്കൂറോളം 1.5 മീറ്റേഴ്സ് ഡീപ്പ് വെള്ളത്തിൽ നിങ്ങൾക്ക് ഇതിടാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ അതിനും റേറ്റഡ് ആണ്. ഇനി ഞാൻ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ കാണാം. ഇപ്പോൾ ഫോണെല്ലാം സെറ്റപ്പായി ഓൺ ആയി കഴിഞ്ഞു. ഇപ്പോഴും ഇതിൻ്റെ ബാക്കിൽ ഈ സ്റ്റിക്കർ ഇരിപ്പുണ്ട്, അത് നമുക്ക് പീൽ ചെയ്ത് കളയാം. ഇതിൻ്റെ ബാക്കിൽ മാത്രമല്ല ഇതിൻ്റെ സൈഡിലും അവർ ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. കാരണം ഇത് മെറ്റലാണ് ഇതിൻ്റെ സൈഡ്, അപ്പോൾ അത് സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടി അവർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സ്ക്രീനൊന്നും സാധാരണ എളുപ്പമായിട്ട് സ്ക്രാച്ച് ആവത്തില്ല. ഇത് ഗൊറില്ല ഗ്ലാസ് 6 ആണ്. അപ്പോൾ ഫോണിലെ പോക്കറ്റിലൊക്കെ ഇടുന്ന കീസും കോയിനും ഒന്നും ഇതിനെ സ്ക്രാച്ച് ആക്കത്തില്ല. ഇതിന് വേറെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് വയർലെസ് ചാർജിങ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല ഇതിന് റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഉണ്ട്. അപ്പോൾ അത് എനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വേറൊരു ഫോണ് ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് ടു ബാക്ക് വെച്ചാൽ മതി. അപ്പോൾ ഈ ഫോണിന് വേറെ ഫോണിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സാംസങ്ങിൻ്റെ സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിലോ അതിന് ഒക്കെ ഈ ഫോണിനെ ചാർജ് ചെയ്യിപ്പിക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഫോട്ടോസ് ഞാൻ സ്ക്രീനിലിടാം. എൻ്റെ റിവ്യൂ കാണുന്നതിന് നന്ദി. താങ്ക് യു.